Morning, guys. Off the field. Let's do it. Come on. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me. And what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan. Your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility. Come on. സമയം 9 മണി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. കാലത്ത് 9 മണിയാകുമ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ 7 മണിയാകുമ്പോൾ. അതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സമയം 6:37 ആവണം. ഇല്ലേ, 7 മണിക്ക് മുന്നാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ നമ്മുടെ ഈറ്റിംഗ് ടൈം, ബാക്കി 14 മണിക്കൂർ ഫാസ്റ്റിംഗ്. ഇതാണ് നമ്മുടെ ഡിന്നർ. ഒന്നുമില്ല, ചിക്കൻ പുഴുങ്ങിയത്, അതിൽ കുറച്ച് കുക്കുംബർ, പിന്നെ കുറച്ച് ഗ്രീക്ക് യോഗട്ട്. ഇത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് നമ്മൾ നമ്മുടെ ഡിന്നറായിട്ട് കഴിക്കാൻ. യെസ്, ഡിന്നർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് നോക്കാം. എന്താ വെച്ചാൽ നമ്മള് ഇൻസ്റ്റാഗ്രാം ആണല്ലോ പറഞ്ഞത്, 3 മണിക്കൂറൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം യൂസ്, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതിന് പകരം നമ്മളൊരു വേറെ ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ റിസൾട്ട് കാണിച്ചത്, റിസൾട്ട് ഏറ്റത് കാണുന്നത്. അപ്പോ സംഭവം എഫക്റ്റീവ് ആണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. To your hands a plan, your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the hours it takes to get some power. Don't be fucking sour, take a cold shower, scream until you're louder, work until you're prouder. And all the doubters, they're just your downers. I swear to God they all let me down. I always fought just to wear the crown. I'm off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. It's so good. സെക്കൻഡ് ഡേ ആണെന്ന്. ഇന്ന് 6 മണിക്ക് മുന്നേ എഴുന്നേറ്റു. ഓൾറെഡി ഒരു 5:45 ആകുമ്പോഴേക്കും എഴുന്നേറ്റു. അതും അൽറാം ഇല്ലാതാണ് എഴുന്നേറ്റത്. അൽറാം വെക്കാൻ മറന്നുപോയി, പക്ഷെ ഓട്ടോമാറ്റിക്കല സമയമാകുമ്പോൾ എഴുന്നേറ്റു. വർക്കൗട്ട് ചെയ്തില്ല, ജസ്റ്റ് ബോക്സിങ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തത്. ഇപ്പോൾ ഏറെക്കുറെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഡ്യൂട്ടിക്ക് പോവുക, വർക്കിന് പോവുക. Very good morning, guys.
മോർണിംഗ് ഡേ ആണെന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം. സമയം 5:32. സമയം 6:15 7 മണിയാകുമ്പോഴാണ് നമ്മുടെ വർക്കൗട്ടിന്റെ ടൈം എന്ന് പറഞ്ഞാൽ. 1 മണിക്കൂർ എക്സ്ട്രാ ഉണ്ട്. ഒരു 1 മണിക്കൂർ വേസ്റ്റ് ഒരു റിവിഷൻ പരിപാടി. ഹായ്, അപ്പോ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോ ഇതാണ് എന്റെ ഡയറി. ഇത് ന്യൂസിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേറെ കുറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മിസ്സായിട്ടില്ല. കാലത്ത് 6 മണിയാകുമ്പോൾ 3 ദിവസം എഴുന്നേറ്റുണ്ട്. അതുപോലെ 1 hour സ്റ്റഡി അതും ഏറെക്കുറെ ചെയ്തതാണ്. 1 hour വർക്കൗട്ട് അത് ചെയ്തതാണ്. ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നത്തെ വർക്കൗട്ട് ചെയ്യാം. I'm just telling you to fight for your dreams, but it's not what it seems. Man, it's hard to be seen when everybody wants to be king. Yeah, they all wanna ring. Yeah, we all wanna be free. So show me what you got, what you bring, how you fight in the ring, how you take a fucking swing. Do you got heart? Are you mean? Got some scars, got some needs. Are you willing to go bleed? I swear to God, they all let me down. I always fought just to wear the crown. ഹായ് ഗൈസ്, ഈ 3 day ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹാർഡായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാലത്ത് 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക. ഞാൻ പൊതുവെ എഴുന്നേറ്റുന്ന ഒരു 8 മണി 8:30 ആയിരുന്നു. അത് മാറി ഒറ്റയടിക്ക് 6 മണിക്ക്. അതേപോലെ തന്നെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാം മോർണിംഗിൽ. ഞാൻ പൊതുവെ എനിക്ക് കാലത്ത് എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ ഇഷ്ടമില്ലാത്ത കേസാണ്. ഓൾറെഡി ഈവനിങ് ആയിരിക്കും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈവനിങ് ചെയ്യുള്ളൂ. അത് മാറി മോർണിംഗ് ആക്കി. അതേപോലെ തന്നെ ഉറക്കം 11 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. 10 മണിയാകുമ്പോഴേക്കും ഫോൺ സ്റ്റോപ്പ് ചെയ്യും. 1 മണിക്കൂർ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങും. പൊതുവെ ഞാൻ ചെയ്തിരുന്നത് പറഞ്ഞു വെച്ചാൽ 1 മണി 2 മണി ആകുമ്പോഴത്തേക്കാണ് കിടന്നുറങ്ങിയിരുന്നത്. ഒറ്റയടിക്ക് ചേഞ്ച് ആയി. എല്ലാം വളരെ സഡൻ ആയിട്ടുള്ള മാറ്റം ഉണ്ടായത്. ഇപ്പോ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായി തുടങ്ങി. ഞാൻ അൽറാം പോലും ഇല്ലാതെ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റത് 11 മണിയാകുമ്പോഴേക്കും ബെഡിൽ കിടന്നപ്പോൾ തന്നെ ഉറങ്ങുക. പ്രോപ്പറായി എല്ലാ കാര്യങ്ങളും സിമ്പിളായി. അപ്പൊ ഞാൻ ഇന്നത് ആലോചിച്ചപ്പോ കുറച്ചും കൂടി ഹാർഡാക്കണം. ഞാൻ ഫാസ്റ്റിങ്ങിന്റെ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം 16 മണിക്കൂർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നെക്സ്റ്റ് എനിക്ക് ഹാർഡായിട്ടുള്ള ഒരു കാര്യം തോന്നിയത് ഫാസ്റ്റിംഗ് ആണ്. 16 മണിക്കൂർ. അതേപോലെ തന്നെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഞാൻ ഒരു 14 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. പക്ഷെ ഏറെക്കുറെ എല്ലാ ഫുഡുകളും വാരി വലിച്ച് കഴിക്കുന്നുണ്ട്. ബോഡി ഫാറ്റ് നന്നായി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുത്ത് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കാൻ പോകണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാനുള്ള പരിപാടി. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യം തോന്നുന്നു. കാരണം തോന്നുന്നല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ്. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ 2 മിനിറ്റിൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സുഖമാണ്. പക്ഷെ അതിനുള്ളിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. കാരണം ഓൾറെഡി നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഒറ്റയടിക്ക് നമ്മൾ ഡയറ്റിലേക്ക് മാറുമ്പോൾ നല്ല രീതിയിൽ വിശപ്പ് വരും. വിശപ്പ് എന്ന് പറഞ്ഞ സാധനം നന്നായി വരും. വിശപ്പ് വരുന്നത് നോർമലാണ്. എന്ത് നമ്മൾ ഫാറ്റ് ലോസിന്റെ ബോഡിയിൽ നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ട്. കവളൊക്കെ കണ്ടില്ല, കവളൊക്കെ നല്ല രീതിയിൽ ഫാറ്റാണ്. എന്റെ ബോഡി ഞാൻ എന്റെ പിക്കോള് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്റ്റൊമക്ക് നല്ല രീതിയിൽ വലുപ്പുണ്ട്, നല്ല ഫാറ്റ് ഉണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് ബോഡി ഇരിക്കുന്നത്. അതെല്ലാം കട്ട് ചെയ്യാൻ പോവാണ്. ഭയങ്കര ഹാർഡായിരിക്കും, എനിക്കറിയാം. 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും സാക്രിഫൈസ് ചെയ്യണം. നാളെ മുതൽ ഫാസ്റ്റിംഗ് ആൻഡ് ഹെൽത്തി ഫുഡ്. 16 മണിക്കൂർ ഫാസ്റ്റിംഗും ഹെൽത്തി ഫുഡും മാത്രം. ഹെൽത്തി ഫുഡല്ല, പ്രോപ്പർ ഡയറ്റ്. നമ്മളെ ഫാറ്റ് കട്ട് ചെയ്യാനുള്ള, എൻ്റെ ബോഡി ഫാറ്റ് കട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടി ചെയ്യണം. അപ്പോൾ ചാലഞ്ച് കുറച്ചും കൂടി ഹാർഡാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തതിന്റെ എട്ടത്തെ കാണാണോ? ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല. ഇൻസ്റ്റാഗ്രാം കയറിയിട്ട് സ്ക്രോളിംഗ് പരിപാടി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാം ഭയങ്കര അഡിക്ഷൻ ആണ്.
ഒരു സ്റ്റോറിയും കാണാറില്ല, ഒന്നും കാണാറില്ല, ഒരാൾക്ക് മെസ്സേജ് അയക്കാറില്ല. എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാൽ റിപ്ലൈ കൊടുക്കുക. അത് എടുത്തു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ 1 മണിക്കൂർ പോയി. ആവറേജ് 3 മണിക്കൂറായിരുന്നു എന്റെ. അതുകൊണ്ട് ആവറേജ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആവറേജ് എന്റെ ഇൻസ്റ്റാഗ്രാം യൂസ് ഒരു ദിവസം 3 മണിക്കൂറാണ്. അപ്പോ ആലോചിച്ച് നോക്കുക, വർക്കിന്റെ ഇടയിലും ഫ്രീ ടൈമിലൊക്കെ ചെയ്യുമ്പോഴാണത്. ഇടയ്ക്ക് മാറി യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് അത്ര അഡിക്ഷൻ ഇല്ല, ലോങ് വീഡിയോസ് ആണ് കാണുന്നത്. ഷോർട്സ് അത്ര അഡിക്റ്റീവ് അല്ല യൂട്യൂബ്. അപ്പൊ അങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കാൻ പോവാണ്. കുറെ നാളായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവമാണ് ഫാറ്റ് നന്നായി, ബോഡി ഫാറ്റ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാലം കുറെ അതിന്റെ പിന്നാലെ നടക്കുന്നു. പകുതിക്ക് വെച്ച് നിൽക്കും, മോട്ടിവേഷനൊക്കെ പോവും. ഇപ്രാവശ്യം പക്കയായിട്ട് ചെയ്യും. 76 അതാണ് നമ്മുടെ വെയിറ്റ് ടാർഗറ്റ്. ഞാൻ ഓൾറെഡി ഇതേപോലെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ 76 എന്റെ ടാർഗറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 82 ഉണ്ടാവും. 80 കിലോനൊക്കെ ആക്കിയപ്പോൾ തന്നെ ഓൾറെഡി നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, കാണാൻ കുറച്ചും കൂടി രസമുണ്ടായിരുന്നു. എന്തായാലും 76 തീരുന്നു. പക്ക ഫാസ്റ്റിംഗ് എടുക്കുന്നു, പക്ക ഡയറ്റ്.